നായകനായി കരിയർ ആരംഭിക്കുകയും പിന്നീട് സഹനടനായി തിളങ്ങുകയും വീണ്ടും നായകനായി അഭിനയിക്കുകയും ചെയ്ത മലയാളത്തിലെ പ്രമുഖ അഭിനേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മണിയമ്പിള്ള രാജു. 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന സിനിമയിലൂടെ കരിയർ ആരംഭിച്ച മണിയമ്പിള്ള രാജു പിന്നീട് മലയാള സിനിമയിൽ സഹനടൻ റോളുകളിലൂടെ തിളങ്ങുകയും ധീം തരികിടതോം, അക്കരെ നിന്നൊരു മാരൻ, നമ്പൂതിരി യുവാവ്, അറ്റ് 43 എന്നീ സിനിമകളിലൂടെ വീണ്ടും നായകനാകുകയും ചെയ്തു. രണ്ടാമതായി റഹ്മാൻ. 1983 പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന സിനിമയിലൂടെ കരിയർ ആരംഭിച്ച റഹ്മാൻ പിന്നീട് ധാരാളം സഹനടൻ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങുകയും വീണ്ടും ധ്രുവങ്ങൾ 16 ഉൾപ്പെടെയുള്ള തമിഴ് മലയാളം സിനിമകളിൽ അഭിനയിച്ച് നായകനായി തിളങ്ങുകയും ചെയ്തു. മൂന്നാമതായി ബിജു മേനോൻ. 1994 ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത പുത്രൻ എന്ന സിനിമയിലൂടെ നായകനായി കരിയർ ആരംഭിക്കുകയും ചെയ്ത ബിജു മേനോൻ പിന്നീട് ധാരാളം കഥാപാത്രങ്ങളിലൂടെ സഹനടനായി തിളങ്ങുകയും 2014 ജിബു ജേക്കബ് സംവിധാനം ചെയ്ത വെള്ളിമുങ്ങ എന്ന സിനിമയിലൂടെ മലയാളത്തിലെ പ്രമുഖ നായക നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. നാലാമതായി സൈജു കുറുപ്പ്. 2005 ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂകം എന്ന സിനിമയിലൂടെ നായകനായി അഭിനയ ജീവിതം ആരംഭിച്ച സൈജു കുറുപ്പ് പിന്നീട് ധാരാളം സഹനടൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഇഷ്ടനടനായി മാറുകയും ഇപ്പോൾ ധാരാളം സിനിമകളിലാണ് അദ്ദേഹം വീണ്ടും നായകനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്.